മഞ്ഞൾ ഈ നമ്മുടെ അമ്പലങ്ങളിലൊക്കെ മഞ്ഞളിടത്തില്ലേ, കാവുകളിലൊക്കെ, അതുപോലെ ഈ മാറ്റേറും മയ്യുണ്ടോ കണ്ണെഴുതാ ആ മാടപ്പെട്ടി തുറക്കും മലർമാസച്ചിഞ്ഞ നിലാവേ നിൻ കയ്യിൽ മിന്നുണ്ടോ പൊന്നൊരു കാലോലത്തുമ്പിൽ താണാടുമ്പോ സിന്ദൂരം വാരിത്തൂവി സായം ഗാലം ശ്രുതി കൂട്ടിപ്പാടി ദൂരരാക്കിളിക്കൂട്ടം തുടിതാളം കൊട്ടി കുഞ്ഞു കുഞ്ഞാറ്റകൾ പ്രകൃതി തന്നെ മണ്ണിൽ ഒരു മഴവില്ല് സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ലല്ലോ. എന്നാ വിശ്വസിച്ചോളൂ, വേഗം തന്നെ ചെപ്പ് തുറന്നോളൂ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കാഴ്ചകളിലേക്ക് എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. തെക്കൻ പടിഞ്ഞാറൻ മൗറീഷ്യസിലെ കാമറിൻ എന്ന ഒരു പ്രദേശത്തേക്കാണ് ഇന്നിപ്പം നമ്മൾ പോകുന്നത്. അവിടെ എത്താൻ നമ്മൾ കുറച്ച് ലേറ്റായി, 5 മണി വരെയേ ഉള്ളൂ. അവിടെയാണ് ഈ വിസ്മയ വിരുന്ന് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഒന്നും പറയാനില്ല, ഇങ്ങനെ പറയണമെന്ന് ഒന്നും അറിയാൻ എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാര്യം ഞാനും ഇതാദ്യം വിശ്വസിച്ചില്ല. ഇത് ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ ഇങ്ങനെയൊരു കാഴ്ച ലോകത്തിലുണ്ടോ, ലോകത്ത് ഈ ഒരു ഒറ്റ സ്ഥലത്തെ ഇങ്ങനെയൊരു കാഴ്ച കാണാൻ നമുക്ക് പറ്റത്തുള്ളൂ. അതായത് ഭൂമിയിൽ ഇങ്ങനെ 7 വർണ്ണങ്ങളിൽ, അത് കാണുന്നത് നമ്മൾ പ്രധാനമായിട്ട് ചുമപ്പ്, തവിട്ട്, അതുപോലെ വയലറ്റ്, പച്ച, നീല, പർപ്പിൾ, മഞ്ഞ, ഈ ഒരു കളറിൽ ഇങ്ങനെ 7 ലെയറായിട്ട് മണ്ണിങ്ങനെ കിടക്കുക കേട്ടോ. ഇതിപ്പം ഞങ്ങൾ ചെല്ലുന്നത് ഒരു 5 മണിയോടെടുക്കുക. 5 മണിക്ക് ഇവിടെ ക്ലോസ് ചെയ്യും കേട്ടോ. ഇതിങ്ങനെ പ്രിസർവ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇത് സൺറൈസ് സമയത്ത് നമ്മൾ പോവുകയാണെങ്കിലാണ് നമുക്കിത് ചൊവ്വേ കാണാൻ പറ്റും. പർപ്പിൾ കളറാന്ന് തോന്നുന്നു കൂടുതലായിട്ട് പ്രൊജക്റ്റ്. സൺറൈസ് സമയത്ത് നമുക്ക് എന്തായാലും അവിടെ എത്തിപ്പെടാൻ പറ്റത്തില്ല. കാര്യം ഒരു മോർണിംഗ് 10 to ഈവനിങ് 5 വരെ ഇവിടെ എൻട്രി ഉള്ളൂ. പിന്നെ നമുക്ക് നന്നായി കാണാൻ പറ്റുന്നത് ഉച്ച സമയത്താണ്. ഞങ്ങൾ കുറേ കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ലാസ്റ്റ് ആയിരുന്നു ഇത് നമ്മൾ ഇവിടോട്ട് എത്തിയത്. അത് കാരണം നമുക്ക് അത് കിട്ടിയില്ല. എങ്കിലും ഇത് ഇങ്ങനെ 4 വശവും മരവേലി കെട്ടിയിട്ടുണ്ട്. അതിന് ചുറ്റും നമുക്ക് നടന്ന് ഇതിനെ അടുത്ത് കാണാൻ പറ്റും. തൊടാനോ ഒന്നും പാടില്ല. ഇവിടെ വെയിൽ വന്നോന്ന് അടിക്കുന്നുണ്ടെന്ന്. നല്ലപോലെ കളർ കാണും. ഉച്ച സമയത്ത് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മഴ പെയ്യുമ്പം ഈ ബ്രൗൺ കളറും ഒക്കെ റെഡ് അതൊക്കെ ഒരു കറുത്ത ഇതായിട്ട് നമുക്കിങ്ങനെ ദൂരെ നിന്ന്, അത് ക്യാമറയ്ക്കകത്തില്ല, പക്ഷെ കാണുമ്പോൾ നമുക്കത് തോന്നുന്നില്ല. നമുക്ക് നന്നായിട്ട് നമുക്കത് കിട്ടും അവിടെ കാണുമ്പോൾ. നടക്കേട്ടോ. എനിക്കുറപ്പാണ് ഇപ്പം നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ വരില്ലേ, ഇത് ആരെങ്കിലും ഉണ്ടാക്കി വെച്ചതായിരിക്കും, അങ്ങനെ ആവത്തില്ലേ, ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ആയിരിക്കാം. അന്നും ഇവിടെ ഒരു 1960 തൊട്ട് ഇവിടുത്തെ മേജർ ടൂറിസ്റ്റ് അട്രാക്ഷൻ തന്നെയാണ് ഇത്. അപ്പം ഞാൻ അതിൻ്റെ കഥകൾ പോകെ പറഞ്ഞുതരാം. ഇത് നാച്ചുറലായിട്ടുള്ളതാണ്, ആരും ഉണ്ടാക്കി വെച്ചതല്ല കേട്ടോ. ഇത് നമുക്ക് ആ നടന്നു പോകുന്ന വഴിക്ക് മണ്ണുകൾ അടുത്ത് കാണാൻ വേണ്ടി അവരിങ്ങനെ കൊട്ടകളിൽ ഇങ്ങനെ പല കളറിലെ മണ്ണ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പിക്ചർ ഞാൻ സൈഡിൽ കാണിക്കാം. നമ്മളാൻ പറഞ്ഞിരുന്നല്ലോ മഴ പെയ്തിരുന്നു ഉച്ചയ്ക്ക്, അത് കാരണം നനവ് കൊണ്ട് നമുക്ക് ആ ഒരു കളർ വ്യത്യാസം ഇച്ചിരി മനസ്സിലാക്കാൻ പാടാണ്. എങ്ങോട്ടാ നടക്കണ്ടേ? കാണാം. ഇതിൻ്റെ പേര് കാമറിൻ 7 colored earth എന്നാണ്. ഇത് ഒരാളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ഈ ഒരു പ്രത്യേക സ്ഥലത്ത് ഇട്ടിരിക്കുന്നത്. ഇവിടെ ഒരു വലിയൊരു വെള്ളച്ചാട്ടമുണ്ട്. നമ്മൾ എല്ലാവരും ആദ്യം അവിടെയാണ് പോകുന്നത്. നമ്മൾ ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് ഇവിടെ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ആദ്യം ഇങ്ങോട്ടാണ് വന്നത്. മറ്റേത് ഓപ്പൺ സ്ഥലത്തായതുകൊണ്ട് നമുക്ക് ദൂരെ നിന്നേ കാണാനും പറ്റത്തുള്ളൂ, എൻ്റെ അടുത്തൊന്നും പോകാൻ പറ്റത്തില്ല. കാണാമല്ലോ എന്ന് വെച്ച് നമ്മൾ ആദ്യം ഇങ്ങോട്ടാണ് കയറിയത്. അപ്പോൾ ഇവിടെ ഒരു ഐസ്ക്രീം ഉണ്ട് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള. അപ്പോൾ ഇത് കഴിക്കാൻ തന്നെ ഒന്ന് കയറണമെന്ന് വെച്ചു. ഇത് കാണിച്ച് അച്ഛൻ്റെ പോലത്തെ തന്നെ കളറാണല്ലോ. നിനക്ക് ഏതാ വേണ്ടെന്ന് ചോദിച്ചേ. ഇതെന്തോ ഇത്രയും ഡ്രാമ. ഐസ്ക്രീം പിന്നെ ചൂടാന്നോ വരുന്നത്? ഐസ്ക്രീം എന്നാന്ന് പറയുന്നത്. സംഭവം കൊള്ളാം. ഐസ്ക്രീം എനിക്ക് തോന്നിയത് എന്താണെന്ന് പറയാവട്ടെ, പല്ലിമുട്ടയില്ലേ, കാണുമ്പോൾ അതുപോലെ ഇരിക്കുന്നു കേട്ടോ. നമ്മുടെ മനസ്സിൽ ഐസ്ക്രീം എന്ന് പറയുമ്പോൾ ഒരു ബട്ടറി
ടെക്സ്ചറിലുള്ള ഒരു സാധനമല്ലേ. ഇതേതായാലും കൊള്ളാം. വായിലിട്ട് കഴിയുമ്പോൾ അത് പോകുന്ന വഴിയൊക്കെ അറിയാം. അത്രയ്ക്ക് തണുത്തിട്ടാണ് അതിങ്ങനെ പോകുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നല്ലോ, ഇതിന് ചുറ്റും ഇങ്ങനെ വഴി ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് നടന്ന് ഇവിടെ മൊത്തം കാണാം. സൺലൈറ്റ് അടിക്കുന്നത് അനുസരിച്ച് നമുക്കതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റും. ഇതിൻ്റെ സൈഡിലായിട്ടും ഒക്കെ സ്ഥലങ്ങളുണ്ട്. അവിടെ നമുക്ക് ഈ ഒരു മണ്ണിൻ്റെ കളറിൻ്റെ വ്യത്യാസം നമുക്ക് കാണാൻ കിട്ടുന്നുണ്ട് നന്നായിട്ട്. ഇതാ നോക്കി, ചുമപ്പ് പോലെയും മഞ്ഞ പോലെയും ഒക്കെ കാണുന്നില്ലേ. അപ്പം ഇത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അഗ്നിപർവ്വത സ്ഫോടന സമയത്ത് ലാവ പുറത്തു വരുമല്ലോ. ആ ലാവ തണുത്ത് ഉറഞ്ഞിട്ട് അത് ഇങ്ങനെ പാറ ആവുന്നുണ്ട്. അപ്പോൾ ആ പാറ വിഘടിച്ച് കളിമണ്ണുണ്ടാവുകയാണ്. നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടില്ലേ, ഇതിൽ ലാവയിൽ ഒരുപാട് മിനറൽസ് അടങ്ങിയിട്ടുണ്ടെന്ന്. അവിടെ ബോഡി എഴുതിയിരിക്കുന്നു, സറൗണ്ടിങ് മൗണ്ടൻസോ. അതിനിടയ്ക്ക് കയറി പറയുകയാണ് അവിടെ ബോർഡ് കണ്ടത്. ഇത് ചുറ്റും ഇങ്ങനെ ഒരുപാട് പർവ്വത നിരകളാണ്. അപ്പോൾ ഓരോ പർവ്വതങ്ങളുടെയും പേരാണ്. നമ്മൾ ആ മുമ്പിലൊരിത് കണ്ടോ, ഫെൻസ് പോലെ. അതിന് മുമ്പ് ആദ്യം നമ്മൾ അവിടെ നിന്നാണ് ഐസ്ക്രീം കഴിച്ചത്. അതിൻ്റെ ഓപ്പോസിറ്റ് സ്ഥലത്താണ് ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞല്ലോ ആ ലാവയിൽ ഒരുപാട് മിനറൽസ് ഉണ്ടെന്ന്. അപ്പോൾ ഈ ഒരു സമയത്ത്, ഈ വിഘടിക്കുന്ന ആ ഒരു കളിമണ്ണുണ്ടായ ആ ഒരു സമയത്ത് ഇതിൽ പ്രധാനമായിട്ടും 2 ഇതാണ് നമുക്ക് കിട്ടുന്നത്. അതായത് അയണും അലൂമിനിയവും. ഇങ്ങനെ 2 ഘടകങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അതാണ് ഇതിന് ഈ ഒരു 7 കളറുകൾ കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ അത് കൊടുത്തിട്ടുണ്ട്, ഏതെല്ലാം കളറാണ് ഇങ്ങനെ വരുന്നതിൻ്റെ ഉള്ള കാരണങ്ങൾ. പിന്നെ ഫ്രഞ്ചിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടില്ലേ, അലൂമിനിയവും ഇരുമ്പും തമ്മിൽ ഇങ്ങനെ ആകർഷണം ഇല്ല. അപ്പം അതിൻ്റെ കണികകൾ, അത് കാരണം ഈ മണ്ണ് നമ്മൾ മിക്സ് ചെയ്താൽ പോലും അത് ഒന്നിച്ചാവില്ല. അതിങ്ങനെ തന്നെ കിടക്കത്തുള്ളൂ. നമ്മൾ മിക്സ് ചെയ്യാൻ ശ്രമിച്ചാൽ പോലും അത് മാറില്ല. അതുകൊണ്ട് ഒരുപാട് മഴയൊക്കെ വരുന്ന സ്ഥലമായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. ഇതിന് ചുറ്റുമായിട്ട് തേനീച്ച കൃഷിയും ആമകളുടെ കുറേ ഇതുമൊക്കെ നമുക്ക് കാണാൻ കിട്ടും. എവിടെയാണ് ക്രോക്കഡൈൽ? പിന്നെന്തോ ടർട്ടിൽ. ഇതെന്താ വലിപ്പ വ്യത്യാസത്തിൽ ഒരേപോലെ എല്ലാവരും നിരങ്ങി. ഇവിടെ കണ്ട ചാരി ഇരിക്കുന്നു. 3 പേര് ചാരി ഇരിക്കും. അതെ, ഇവിടെ ഇവർ ഗ്രൂപ്പായിട്ടേ ഇരിക്കത്തുള്ളൂ. ഇവിടെ എല്ലാം നോക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്ന മണ്ണ് തന്നെയാണ് കാണാൻ കിട്ടുന്നത്. അല്ല, അവിടെ മരമേതാ ടർട്ടിലേതാന്ന് അറിയത്തില്ലല്ലോ. എങ്ങോട്ട് പോയി? ലാസ്റ്റ് സീരീസിൽ നമ്മൾ കസേലയിൽ വലിയ ആമയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർമ്മയില്ലേ എല്ലാവർക്കും? ഞാൻ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ. അതൊന്ന് കണ്ടു നോക്കണം, ആ ആമയുടെ സൈസ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് തൽക്കാലത്തേക്ക് വിട പറയുവാണ്. അങ്ങനെ 7 കളേർഡ് എർത്തിനെ പറ്റി ഒരു ഐഡിയ എങ്കിലും നിങ്ങൾക്ക് കിട്ടിയല്ലോ അല്ലേ? ഇന്നത്തെ കാഴ്ചകൾ നമ്മൾ തൽക്കാലം ഇവിടെ നിർത്തുവാണ്. വീണ്ടും നമ്മൾ പുതിയ കാഴ്ചകളുമായി ഇവിടുത്തെ തന്നെ വേഗം വരുന്നതായിരിക്കും. അതുവരേക്കും ഒരുപാട് നന്ദി.